जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ശ്രീല പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ്. അതിൽ ആദ്യകാല ശിഷ്യന്മാരിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൽ ബ്രഹ്മാനന്ദ പ്രഭുവും ഗർഗമുനിയും സഹോദരന്മാരാണ്. അപ്പം അവർ രണ്ടുപേരും ശീലപ്രഭുപാദിൻ്റെ ഈ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്തു. അപ്പം ആദ്യകാലത്ത് ശീലപ്രഭുപാദിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു 2 ക്ഷേത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവർ ജോയിൻ ചെയ്തപ്പം ഇവരുടെ അമ്മയുണ്ട്. അമ്മ ഒരു വട്ടം ഇവരെ കാണാനായിട്ട് വന്നു. അപ്പം ശീലപ്രഭുപാദിൻ്റെ റൂമിൽ നോക്കിയാൽ ആ കൂടെ ഒരു ചെറിയൊരു ഒരു ഡെസ്ക് മാത്രമേ ഉള്ളൂ റൂമിൽ. അപ്പോൾ ഒരു വട്ടം ഇവർ ഈ ഒരു ഫ്ലാറ്റ് എടുത്തപ്പോൾ തന്നെ ഒരു ജാപ്പനീസുകാരൻ്റെ അടുത്തു നിന്നാണ് എടുത്തത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പം ഇവർക്ക് ഒരു ഫർണിച്ചറും ഇല്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ഫർണിച്ചറൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾറെഡി, ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ മെൻഡിക്കൻ്റാണ്, ഭിക്ഷക്കാരാണ്, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഡൗട്ടായി. കുറേ നേരം അയാളിങ്ങനെ നിന്നു. അപ്പം അനിരുദ്ധപ്പോൾ പറഞ്ഞു അയാളോട് പോകാനായിട്ട് പറഞ്ഞു. ഓണറാണ്, അയാളോട് പോകാൻ പറഞ്ഞു. അപ്പം അതേപോലെ പിന്നെ മേടിച്ച ഒരു ഫർണിച്ചർ എന്ന് വെച്ചാൽ ഒരു ഇതാണ്, കസേരയാണ്, മെറ്റൽ കസേര. നമ്മളിങ്ങനെ മടക്കുന്ന മെറ്റൽ കസേര ഉണ്ടല്ലോ, അതാണ് അടുത്ത ഫർണിച്ചർ മേടിച്ചത്. അതുണ്ടായിരുന്നു. അപ്പം പ്രഭുപാദ് ആരെങ്കിലും മുതിർന്ന ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ ആ കസേരയിലാണ് ഇരുത്തുന്നത്. അപ്പം ബ്രഹ്മാനന്ദ പ്രഭുവിൻ്റെയും ഗർഗമുനി പ്രഭുവിൻ്റെയും അമ്മ വന്നു പ്രഭുപാദിനെ കാണാനായിട്ട് വന്നു. അവർക്ക് ഒരു സസ്പീഷനായിരുന്നു, എന്താണ് തങ്ങളുടെ മക്കൾ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു, കാരണം അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇവർ രണ്ടുപേരും. എന്നിട്ട് അവരിങ്ങനെ ഇതിൽ മാറി ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അമ്മ വന്നത്. അപ്പോൾ അമ്മ വന്നപ്പം പ്രഭുപാദ് ആ ഒരു മെറ്റൽ ചെയറിലാണ് അവരെ ഇരുത്തിയത്. അവിടെ ഇരിക്കാൻ പറഞ്ഞു. പിന്നെ പ്രഭുപാദും താഴെ ഇരുന്നു, ബാക്കി എല്ലാവരും താഴെ ഇരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുവാണെന്ന് ചോദിച്ചു. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ 2 കുട്ടികളെ ഞാൻ കെയർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. കെയർ ചെയ്യാണ്, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവർക്ക് ഉറങ്ങാനുള്ള സ്ഥലം ഇത് കൊടുക്കുന്നുണ്ട്, അവർക്ക് പഠിക്കാനുള്ള ഇത് കൊടുക്കുന്നുണ്ട്, പിന്നെ അവർക്ക് സർവീസിനുള്ള കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ചില സർവീസ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ധനം വേണം, മറ്റുള്ളവരുടെ ധനം കിട്ടിയാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം അമ്മ ഒരു ആർഗ്യുമെന്റിന്റെ മൂഡിലാണ് ഇരുന്നത്. പ്രഭുപാദ് അതിനെ ഒരു ഇതാക്കാൻ വേണ്ടി പ്രഭുപാദ് ഉടനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഡൊണേഷൻ വഴിയാണ് ഇതെല്ലാം കിട്ടുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് അമ്മ പെട്ടെന്ന്, ഡൊണേഷൻ? ഞാൻ ഓൾറെഡി എൻ്റെ 2 കുട്ടികളെ ഞാൻ ഈ മൂവ്മെന്റിൽ തന്നു, ഇനി ഞാൻ എന്ത് ഡൊണേഷനാണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. ഉടനെ പ്രഭുപാദ് താങ്ക് യു വെരി മച്ച് എന്ന് പെട്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ അങ്ങനെ പറഞ്ഞതോടുകൂടി ആ 2 കുട്ടികളെ അമ്മയുടെ വില്ലിങ്ങോടുകൂടി അവിടെ തന്നു എന്നുള്ള രീതിയിൽ വന്നു. അപ്പോൾ അങ്ങനെ പ്രഭുപാദ് ആ ഒരു ഘട്ടം, അമ്മയുടെ ആ ഘട്ടത്തിനെ അതിക്രമിച്ചു എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ആൾക്കാരോട് ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടതെന്നും അവരെ ഏത് രീതിയിൽ ഈശ്വരാബോധത്തിൽ സേവനത്തിനായിട്ട് മുഴുപ്പിക്കാൻ പറ്റും എന്നുള്ളത് ശീല പ്രഭുപാദിന്റെ ആ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.